എഗ് പ്ലാന്റ് ബേക്ക് ചെയ്തത്, ചിമ്മിച്ചൂരി സോസ്, സാലഡ് വിത്ത് ബ്രിഞ്ചാൾ ഡിപ്പ്. ഇതാണ് ബ്രിഞ്ചാൾ ഡിപ്പ്. ഞാൻ ഇതിന്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാനായിട്ട് ഒരു ചിമ്മിച്ചൂരി സോസാണ് ഉണ്ടാക്കുന്നത്. അതിന് മല്ലിയില ഞാൻ നന്നായിട്ട് കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് കേട്ടോ, നല്ല മീൻ വറുത്ത പോലെയൊക്കെ ഇരിക്കുന്നത്. ഇനിയിപ്പം നമ്മുടെ ചിമ്മിച്ചൂരി സോസൊക്കെ ഒഴിച്ചിട്ട് കഴിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഹലോ ഗായ്സ്, ഇന്ന് ഞാൻ ഡിന്നറിന് എന്നാ ഉണ്ടാക്കണേന്ന് കാണിച്ചു തരട്ടെ. ഇന്ന് വെറൈറ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഈ എഗ് പ്ലാന്റ് വെച്ചാണ് ഉണ്ടാക്കുന്നത്. ഞാൻ ആദ്യം തന്നെ ഈ എഗ് പ്ലാന്റ് നന്നായിട്ട് കഴുകി കട്ട് ചെയ്ത് കൊണ്ടുവരാം. അത് കഴിഞ്ഞ് അത് എങ്ങനെയാ പ്രിപ്പയർ ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ എഗ് പ്ലാന്റ് ഞാൻ കട്ട് ചെയ്യാൻ പോവാ. ഞാൻ കഴുകിയൊക്കെ കൊണ്ടുവന്നതാണേ. ഇതിങ്ങനെ രണ്ടായിട്ടങ്ങ് കട്ട് ചെയ്യുക കേട്ടോ. ഇങ്ങനെ ചെറിയ ഡയഗണലായിട്ട് ഒരു വര കൊടുത്തിട്ട് നേരെ ഓപ്പോസിറ്റ് വീണ്ടും ഒരു വര കൊടുക്കുവാണ്. ഇതിങ്ങനെ ഒന്ന് അകത്തി കൊടുത്തിട്ടാണ് നമ്മുടെ സ്പൈസസ് ഒക്കെ ഞാൻ ഇനി ഇടാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് മാരിനേറ്റ് ചെയ്യാനുള്ള മിക്സ്. ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ ഉപ്പ്. ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ട് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് നമ്മുടെ എഗ് പ്ലാന്റിന്റെ മുകളിൽ മാരിനേറ്റ് ചെയ്യാൻ പോവാ. ഇതിലിങ്ങനെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. അതിന്റെ ഉള്ളിലോട്ടൊക്കെ അതിന്റെ ഫ്ലേവർ ഇറങ്ങാൻ പാകത്തിന് നന്നായിട്ട് അങ്ങ് തേച്ച് പിടിപ്പിക്കുക. ഇതിങ്ങനെ മാരിനേറ്റ് ചെയ്ത എഗ് പ്ലാന്റ് വെച്ചാണ്. ഒരെണ്ണം വെക്കാൻ പറ്റുള്ളൂ. ഇതേ കണ്ടോ. ഇനി ഇത് വെച്ചിട്ട് ബേക്ക് ചെയ്യാൻ പോവാ. 25 മിനിറ്റ്സ് എന്നാ കാണിക്കണേ. അപ്പൊ ഈ സമയം കൊണ്ട് നമുക്ക് കുറച്ച് സാലഡ് റെഡിയാക്കാം ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. ഞാൻ ഇതിന്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാനായിട്ട് ഒരു ചിമ്മിച്ചൂരി സോസാണ് ഉണ്ടാക്കുന്നത്. അതിന് മല്ലിയില ഞാൻ നന്നായിട്ട് കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. മല്ലിയില പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം. നല്ല നൈസായിട്ട് അരിഞ്ഞെടുക്കണം. അപ്പൊ ഞാനത് പെട്ടെന്ന് അരിഞ്ഞെടുക്കാം. അത് മല്ലിയില നല്ല പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലുള്ള ബാക്കി സാധനങ്ങളൊക്കെ ഞാൻ എടുത്തുകൊണ്ട് വന്ന് അതെങ്ങനെയാ ഉണ്ടാക്കണേന്ന് കാണിച്ചു തരാം. 5 മിനിറ്റ് ആയി. ഞാനിത് തുറന്നിട്ട് കുറച്ച് ഓയിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പോവാം. നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഒരു ചെറുതായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ആയിട്ടില്ല, ആവാനുണ്ട്. ഇനിയുണ്ട് 10-18 മിനിറ്റും കൂടെ ഉണ്ട്. അപ്പൊ അവിടെ നിന്ന് ആവട്ടെ. അപ്പൊ നമുക്ക് ചിമ്മിച്ചൂരി സോസ് ഉണ്ടാക്കാം. ഇനിയിപ്പോ ഒരു 3-4 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ട് കട്ട് ചെയ്യണം, വളരെ നൈസായിട്ട്. അപ്പൊ അതും ഈ നമ്മുടെ മല്ലിയില, സെലാൻഡ്രോ മല്ലിയില, ശരിക്കും പറഞ്ഞാൽ ഇത് പാഴ്സലിയാണ് ഇവരൊക്കെ യൂസ് ചെയ്യുന്നത്. നമുക്ക് പക്ഷെ മല്ലിയിലയുടെ ടേസ്റ്റേ ഇഷ്ടപ്പെടുള്ളൂ. അതുകൊണ്ട് ഞാൻ മല്ലിയില എടുത്തിരിക്കുന്നത്. മല്ലിയിലയും ഈ ഗാർലിക്കും പിന്നെ ഒലിവ് ഓയില്, ഡ്രൈഡ് ഒറഗാനോ, ക്രഷ്ഡ് ചില്ലി, ആപ്പിൾ സൈഡർ വിനീഗർ, ഉപ്പ്, ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. അപ്പം ഇതാണ് നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന മല്ലിയിലയും ഗാർലിക്കും. ഇനി ഞാൻ ആപ്പിൾ സൈഡർ വിനീഗറാണ് ഒഴിക്കാൻ പോകുന്നത്. അത് 2 ടേബിൾ സ്പൂൺ. ഇതൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം കുറച്ച് ഒറഗാനോ ഇടുവാണ്. ഏകദേശം 1 ടീസ്പൂൺ ഒറഗാനോ ഇട്ടു. പിന്നെ നമുക്ക് ഇടാനുള്ളത് ക്രഷ്ഡ് പെപ്പറാണ്, റെഡ് പെപ്പർ. ഇതൊന്ന് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഇട്ടാൽ മതി. ഒത്തിരി എരിവൊന്നും ആവശ്യമില്ല. അപ്പം അത് ഇട്ടു. പിന്നെ കുറച്ച് ഉപ്പ് വേണം. ഉപ്പ് ചെറുതായിട്ടൊന്ന് സ്പ്രിങ്കിൾ ചെയ്തു. പിന്നെ വേണ്ടത് ഒലിവ് ഓയിലാണ്. അത് ഏകദേശം 1 ടേബിൾ സ്പൂൺ ഒഴിക്കുന്നുണ്ട്. എല്ലാം കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം
കുറച്ച് നേരം ഇവിടെ റെസ്റ്റ് ചെയ്യാനിരിക്കട്ടെ. അപ്പോഴാണ് അതിൻ്റെ ആ ഫ്ലേവർ എല്ലായിടത്തേക്കും ആവുള്ളൂ. എന്നിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ എഗ് പ്ലാന്റ് റെഡിയായി. എല്ലാം നല്ല ക്ലിയർ ആയിട്ട് നല്ല ഭംഗിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കണ്ടോ, ഇത് കണ്ടോ, നല്ല മീൻ വറുത്ത പോലെയൊക്കെ ഇരിക്കുന്നത്. ഇനിയിപ്പം നമ്മുടെ ചിമ്മിച്ചൂരി സോസൊക്കെ ഒഴിച്ചിട്ട് കഴിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റട്ടെ. ബേക്ക് ചെയ്ത എഗ് പ്ലാന്റ് ഇനി ഞാൻ സോസൊക്കെ ഒഴിച്ച് മിക്സ് ചെയ്യട്ടെ. അപ്പോൾ ഒരു പീസ് നമ്മൾ സ്റ്റേക്ക് പോലെ ഉണ്ടാക്കി, അടുത്ത പീസ് കൊണ്ട് ഒരു ഡിപ്പ് ഉണ്ടാക്കുക. ഇത് ഞാൻ ഇതുപോലെ ഇങ്ങനെ സ്കൂപ്പ് ചെയ്ത് എടുക്കുവാണ്. ഇനി അത് മിക്സിയുടെ ബൗളിലേക്ക് ഇട്ട് കുറച്ച് യോഗട്ടും കൂടി ഒഴിച്ചിട്ട് ബ്ലെൻഡ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഉള്ളിലുള്ളതെല്ലാം ഞാൻ സ്കൂപ്പ് ചെയ്തെടുത്തു. ഇനി ഞാൻ ഇതിലേക്ക് ഫ്രഷ് ലെമൺ ജ്യൂസ് ഇടുവാണ്. ഫ്രഷ് ലെമൺ ജ്യൂസ് ഒരു ഹാഫ് ലെമൺ, പിന്നെ കുറച്ച് ഗ്രീക്ക് യോഗട്ടും കൂടെ ഇട്ടിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് ഞാൻ ബ്ലെൻഡ് ചെയ്തെടുക്കാൻ പോവാണ്. ഒരു ഡിപ്പ് ഉണ്ടാക്കാനായിട്ടാണ്. നമ്മുടെ വെജിറ്റബിൾസിൻ്റെ കൂടെയൊക്കെ മിക്സ് ചെയ്ത് സോസായിട്ട് യൂസ് ചെയ്യുകയും ചെയ്യാം. അപ്പം ഇത് ഞാൻ ഇനി യോഗട്ടും കൂടെ ഇട്ടിട്ട് ബ്ലെൻഡ് ചെയ്തുകൊണ്ട് എടുക്കട്ടെ. യോഗട്ട് തീരാറായപ്പോൾ ഇത് മൊത്തം എടുക്കുക. ഇപ്പം നമ്മുടെ സോസ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഇതിപ്പോൾ ബ്രിഞ്ചാളാന്നൊന്നും ആരും പറയില്ല, എഗ് പ്ലാന്റ് ആണെന്നൊന്നും മനസ്സിലാവുക പോലുമില്ല. എഗ് പ്ലാന്റ് വിത്ത് ചിമ്മിച്ചൂരി സോസാണ് ഈ കാണുന്നത്. അടിപൊളി ടേസ്റ്റാണ്. ഇനി എഗ് പ്ലാന്റ് ഇഷ്ടമല്ല എന്ന് ആരും പറയരുത്. പർപ്പിൾ ക്യാബേജ്, ഗ്രേറ്റഡ് ക്യാരറ്റ്, കുക്കുംബർ, സോക്ക്ഡ് ആൽമണ്ട്സ് ചെറുതായിട്ട് കട്ട് ചെയ്തത്, ഒണിയൻസ്. ഇപ്പം ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസിൽ ഞാൻ കുറച്ച് ലൈം ജ്യൂസ് ഇട്ടതിന് ശേഷം നമ്മുടെ ആ ഡിപ്പും കൂടെ മിക്സ് ചെയ്ത് സാലഡായിട്ട് കഴിക്കാൻ പോവുക. ലൈം ജ്യൂസ് ഒഴിച്ചു. നമ്മുടെ ബ്രിഞ്ചാളിൻ്റെ സോസ് ഉണ്ടാക്കിയിട്ടില്ലേ, അതും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്യാൻ പോവുക. ഒരു 3 ടീസ്പൂണാണ് ഞാൻ ഒഴിക്കുന്നത്. ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഡിന്നർ കഴിക്കാം. നല്ല ടേസ്റ്റാണ് ഇതിന്. എഗ് പ്ലാന്റ് ബേക്ക് ചെയ്തത്, ചിമ്മിച്ചൂരി സോസ്, സാലഡ് വിത്ത് ബ്രിഞ്ചാൾ ഡിപ്പ്. ഇതാണ് ബ്രിഞ്ചാൾ ഡിപ്പ്. അപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട്. ഞാൻ ഡിന്നർ കഴിക്കാൻ പോവുകയാണ്. കട്ട് ചെയ്തിട്ട് ഒരു ചെറിയ പീസാണ് കഴിക്കുന്നത്. ഓക്കെ, ഈ എഗ് പ്ലാന്റ് കട്ട് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഒരു പീസ് എടുത്തിട്ട് നമ്മുടെ ഈ എഗ് പ്ലാന്റിൻ്റെ തന്നെ സോസിൽ മുക്കിയിട്ടാണ് ഞാൻ കഴിക്കുന്നത്. സാലഡും നല്ല അടിപൊളിയായി. ഇങ്ങനത്തെ ഫുഡൊക്കെ കഴിച്ചാൽ നമുക്ക് മനസ്സിനൊരു കുളിർമ കിട്ടും, നല്ല ഉറക്കവും കിട്ടും. ഓക്കെ, ബൈ.